ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നിങ്ങനെ 4 വിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോടുകൂടി ഒന്നിൽ കൂടുതൽ നടന്മാർ കൂടിയാടുന്ന സംസ്കൃത നാടക രംഗാവിഷ്കാരമാണ് കൂടിയാട്ടം. ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിൽ പണിതിട്ടുള്ള സഭാമന്ദിരത്തിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. വലിയ നിലവിളക്ക് എണ്ണ നിറച്ച് രംഗത്ത് കത്തിച്ചു വച്ചിട്ടുണ്ടാകും. മിഴാവ്, കുഴിത്താളം, ഇടക്ക എന്നീ ദേവവാദ്യങ്ങൾ ചേർത്തുള്ള മേളമാണ് ആദ്യം. വിദൂഷക വേഷം ധരിച്ച ചാക്യാർ രംഗത്ത് പ്രവേശിക്കുകയും കഥാസന്ദർഭത്തെ വിവരിക്കുകയും തുടർന്ന് കഥാപാത്രങ്ങൾ തിരശീല താഴ്ത്തി പ്രവേശിക്കുകയും കഥ ആടുകയും ചെയ്യുന്നു. പാരമ്പര്യമായി ചാക്യാർ നമ്പ്യാർ കുടുംബങ്ങളാണ് കൂടിയാട്ടം നടത്തിവരുന്നത്. പെരിഞ്ചല്ലൂർ, മാണി, അമ്മന്നൂർ തുടങ്ങിയവയാണ് പ്രധാന ചാക്യാർ കൂടിയാട്ട കുടുംബങ്ങൾ. ഇതിൽ ശാസ്ത്രീയ കലാരൂപം നിർവഹിച്ച അമ്മന്നൂർ കുടുംബമാണ് ഇന്നും പ്രശസ്തി കൈവരിച്ചു നിൽക്കുന്നത്. കൂടിയാട്ടത്തിന്റെ ഒരു ചിട്ട സമ്പ്രദായം എങ്ങനെയാണ്? പുരുഷവേഷം ചെയ്യുന്ന പുരുഷ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചാക്യാർ, അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ നങ്ങ്യാർ എന്നാണ് പറയുക. പിന്നെ മിഴാവ് കൊട്ടുന്നവർ നമ്പ്യാർ എന്നാണ് പറയുക. അത് ചാക്യാരുടെ നമ്പ്യാരാണ്. അങ്ങനെ ഈ ഒരു ചാക്യാർ സമുദായവും നമ്പ്യാർ നങ്ങ്യാർ സമുദായവും ചേർന്നാണ് കൂടിയാട്ടം അവതരിപ്പിച്ച് പോന്നിരുന്നത് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട്. അതിനുശേഷം കൂടിയാട്ടം ജാതി മതഭേദങ്ങളെ ഒക്കെ എല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സംഗതി വന്നു. അപ്പോൾ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചാക്യാന്മാരുടെ സ്ത്രീകളുണ്ട്, അവരെ ഇല്ലോടമ്മ എന്നാണ് പറയുക. അവർക്ക് ഈ രംഗവേദിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു കൂത്തിലും കൂടിയാട്ടത്തിലും. പക്ഷേ അത് നങ്ങ്യാന്മാരാണ് കൈകാര്യം ചെയ്തത്. ചാക്യാന്മാരുടെ സ്ത്രീജനങ്ങൾ, ഇപ്പോൾ നമ്പൂതിരിമാരുടെ അന്തർജനം എന്ന് പറയുന്ന പോലെ ചാക്യാന്മാരുടെ ഇല്ലോടമ്മ എന്നാണ് പറയുക, അവർക്ക് ആ ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നത്തെ കാലത്ത് ഈ ഒരു എല്ലാ തരത്തിലുള്ള ഈ സമുദായ ഭേദങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരെയും പഠിപ്പിച്ചു തുടങ്ങി. എല്ലാവർക്കും അതിനൊരു വഴി കിട്ടിയപ്പോൾ ഈ സമുദായത്തിൽ നമ്മുടെ തന്നെ സ്ത്രീകൾ ഈ ഒരു ഇത് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 1874 പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസത്തിനെത്തിയ അമ്മന്നൂർ കുടുംബം കൂടൽമാണിക്ക് സമീപം അമ്മന്നൂർ ചാക്യാർ മഠം സ്ഥാപിച്ചു. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രം, മൂഴിക്കുളം, തൃപ്രയാർ, കൂടൽമാണിക്യം എന്നീ ക്ഷേത്രങ്ങളിലും കൂത്തമ്പലങ്ങൾ കെട്ടി. ഈ ക്ഷേത്ര കൂത്തമ്പലങ്ങളിൽ അമ്മന്നൂർ കുടുംബത്തിന് മാത്രമാണ് കൂടിയാട്ടം നടത്താൻ അനുവാദമുള്ളത്. പ്രധാനമായും മഹാഭാരതം, രാമായണം കഥകളാണ് ഇവരുടെ കൂടിയാട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും കൂടൽമാണിക്യ ക്ഷേത്രത്തിലുമാണ് പ്രധാനമായും അമ്മന്നൂർ കുടുംബത്തിന്റെ തായ് വഴികൾ നിലനിൽക്കുന്നത്. മധ്യ കേരളത്തിൽ കൂടിയാട്ടത്തിന്റെ ഉറവിടം ഈ ക്ഷേത്രങ്ങളിൽ നിന്നുമായിരുന്നു. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കും തൃപ്രയാർ ക്ഷേത്രത്തിലേക്കും അമ്മന്നൂർ കുടുംബം സ്ഥാനമുറപ്പിച്ചു. ഈ ക്ഷേത്രങ്ങളിൽ അമ്മന്നൂർ കുടുംബം മാത്രമാണ് കൂടിയാട്ടം നടത്തിവരുന്നത്.
രുദ്രാക്ഷവലയ ഹൃടകലിതജതാ കലാപാഭ്യന്തരഭരിത ശിതശിഖവിശിഖദുരിതസ്കന്ധഭോഗ ഭോഗി ഭോഗ. ഓരോ ക്ഷേത്രങ്ങളിലുമുള്ള പ്രതിഷ്ഠയ്ക്കനുസരിച്ചാണ് കൂടിയാട്ട കഥകൾ ആവിഷ്കരിക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രധാനമായും മഹാഭാരതം കഥകൾ കെട്ടിയാടുന്നു. ഓരോ വർഷവും കൂടിയാട്ട കഥകൾ മാറി മാറിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശിവപാർവതി പുരാണം, സുഭദ്രാധനഞ്ജയം, ശൂർപ്പണഖാംഗം, തവതീ സംവരണം, ബാലീവധം തുടങ്ങിയ നിരവധി കഥകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടിയാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വേദികളിലൊന്നു കൂടിയാണ് വടക്കുന്നാഥൻ്റെ കൂട്ടം. അമ്മന്നൂർ കുടുംബം ജനകീയമായി കൂത്ത് അവതരിപ്പിക്കുന്ന വടക്കുന്നാഥനിലെ കൂത്ത് കാണാനായിട്ട് പഴയ തലമുറയിൽ പഴയ കാലത്ത് മുതൽ നിരവധിയായ ആളുകൾ തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഇവിടേക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നടക്കം പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നുമൊക്കെ അടക്കം ആസ്വാദകർ എത്തിച്ചേരാറുള്ളത് ഈ തൃശ്ശൂരിലെ കൂടിയാട്ടത്തിൻ്റെ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മൂഴിക്കുളം, കൂടൽമാണിക്യം, തൃപ്രയാർ എന്നീ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയ്ക്കനുസരിച്ച് രാമായണ കഥകൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങളിലാണ് കൂടിയാട്ടം നടത്തുന്നത്. അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, മാധവ ചാക്യാർ, ചാച്ചു ചാക്യാർ തുടങ്ങിയ അമ്മന്നൂർ ചാക്യാർമാരാണ് കൂടിയാട്ടത്തിന് പുതിയ രൂപവും ഭാവവും നൽകി ജനശ്രദ്ധ കൈവരിച്ചത്. സാധാരണക്കാരുടെ ഇടയിലേക്കും കൂടിയാട്ടത്തെ എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. പുരാതന കാലം മുതൽക്ക് തന്നെ കേരളത്തിൽ ഒരു ഭാഷയുണ്ട്. അമ്മന്നൂര് ആട്ടം, പൊതിയിൽ വാക്ക്, കുട്ടഞ്ചേരി ഫലിതം എന്നിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഒരു വാക്കാണ്. എല്ലാ വിദ്വാൻമാരുടെ ഇടയിലും വളരെ പ്രചരിക്കുന്ന ഒരു വാക്കാണിത്. അപ്പോൾ ആട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കൂടിയാട്ടം ആയിട്ട് ബന്ധപ്പെടുത്താം. അപ്പോൾ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമ്മന്നൂർ ചാക്യാർ കുടുംബത്തിന് കൂടിയാട്ടവുമായിട്ട് അഭേദ്യമായ ബന്ധം. അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്നത് കൊണ്ട് കൂടിയാട്ടത്തിൻ്റെ പ്രധാനം ആട്ടം എന്ന് പറഞ്ഞാൽ നാട്യമാണ്. നാട്യം എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളീകരണമാണ് ആട്ടം. കൃഷ്ണനാട്ടം, മോഹിനിയാട്ടം എന്നൊക്കെ കാണാം. എന്നാലും ഇത് അത്രയും പഴക്കമുള്ള കലാരൂപമായതുകൊണ്ട് ആട്ടം എന്നതിന് കൃത്യമായിട്ട് നമുക്ക് സംസ്കൃത നാടക അഭിനയമായ കൂടിയാട്ടമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി നമുക്കത് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അമ്മന്നൂർ കുടുംബത്തിൻ്റെ കൂടിയാട്ട അവതരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഭാവാഭിനയമാണ് അമ്മന്നൂർ കുടുംബത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അമ്മന്നൂർ മാധവ ചാക്യാർ ഭാവാഭിനയത്തിലും കഥാവിഷ്കാരത്തിലും വേറിട്ട് നിന്നു. കൂടിയാട്ടത്തിന്റെ കുലപതിയായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കുള്ള മഹത്തായ അംഗീകാരമായിരുന്നു 2001 ലോക പൈതൃകമായി ആദ്യത്തെ ഭാരതീയ കലാരൂപമായി കൂടിയാട്ടത്തെ യുനെസ്കോ അംഗീകരിച്ചത്. മറ്റ് കലകളിൽ നിന്ന് വിഭിന്നമായി കൂടിയാട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. വേഷത്തിനു പുറമെ അരങ്ങത്ത് ശ്ലോകങ്ങൾ പാടുന്നതും താളം പിടിക്കുന്നതും സ്ത്രീകൾ തന്നെ. പെൺകുട്ടികൾക്ക് വളരെയധികം ഇണങ്ങുന്നൊരു മേഖല കൂടിയാണ് കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും. മാത്രമല്ല പണ്ട് മുതലേ സ്ത്രീകളുടെ റോള് സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തു വന്നിരുന്നൊരു കലാരൂപം കൂടിയാണ് കൂടിയാട്ടം. അതായത് ഇതിനെ എന്നാരംഭിച്ചോ അന്ന് തൊട്ടൊരു പക്ഷേ സ്ത്രീകൾ തന്നെയായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന ക്രമദീപികളെല്ലാം തന്നെ പറയുന്നത് സ്ത്രീകളുടെ ഭാഗം സ്ത്രീകൾ ചെയ്തിരുന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ തരുന്നുണ്ട്. കഥകളി പോലുള്ള മറ്റ് കലകളിലൊക്കെ, അതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും കൂച്ചിപ്പുടി ആവട്ടെ, ഒഡീസി ആവട്ടെ, ഇതിലൊക്കെ പൂർവ്വകാലത്ത് സ്ത്രീകളല്ല പുരുഷന്മാരായിരുന്നു വേഷം കെട്ടിയിരുന്നത്. ഇപ്പോൾ കഥകളിയിലെ സ്ത്രീ വേഷം ഇപ്പോഴും ധാരാളം പുരുഷന്മാർ തന്നെയാണ് കെട്ടുന്നത്. സ്ത്രീകൾ ധാരാളം പേര് വന്നു തുടങ്ങി. എന്നാലും സ്ത്രീക്കും പുരുഷനും കെട്ടാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുണ്ട്. പക്ഷേ മുന്നേ വരെ അത് പുരുഷന്മാർ തന്നെയായിരുന്നു കെട്ടിയിരുന്നത്.
കൂടിയാട്ടത്തിൽ ആ അവസ്ഥയല്ല. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യം അവിടെ ഉണ്ട്. പക്ഷേ കാലക്രമേണ ഈ ഗതാഗത സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലാതെയുള്ള മറ്റ് ജെൻഡർ ഇഷ്യൂസോ ഒക്കെ കാരണം സ്ത്രീവേഷങ്ങൾ അരങ്ങത്ത് വരുന്നത് കുറഞ്ഞു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും ഇതിൻ്റെ ഒരു സാധ്യതകൾ, പ്രത്യേകിച്ച് സ്ത്രീ പാത്രങ്ങളുടെ അവതരണങ്ങളുടെ സാധ്യതകൾ, സ്ത്രീകളുടെ സോളോ പെർഫോമൻസുകളുടെ സാധ്യതകൾ, ഇതൊക്കെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഉണർവ് കൂടിയാട്ടത്തിലെ സ്ത്രീ വിഭാഗത്തിന് വന്നിട്ടുണ്ട്. തനിമ ചോരാതെ ഇന്നും കൂടിയാട്ടത്തെ നയിക്കുന്നത് അമ്മന്നൂർ കുടുംബം തന്നെ. ക്ഷേത്ര കൂത്തമ്പലങ്ങളിൽ മാത്രമല്ല, പൊതുവേദിയിലും ഇന്ന് കൂടിയാട്ടം അവതരിപ്പിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായി കൂടിയാട്ടത്തിന്റെ പ്രശസ്തി നിലനിർത്തുന്നതിൽ അമ്മന്നൂർ കുടുംബത്തിന്റെ പങ്ക് ചെറുതല്ല. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇപ്പോൾ കൂടിയാട്ടം നടത്തി വരുന്നത് അമ്മന്നൂർ കുടുംബം തന്നെ. തനിമ ചോരാതെ കൂടിയാട്ടത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അമ്മന്നൂർ കുടുംബം മുന്നിട്ട് നിൽക്കുകയാണെന്ന്